എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം 63-ാമത്തെ ശ്ലോകമാണ് ഇന്ന് വായിക്കുന്നത്. ഇന്നലെ ഒരാഗ്രഹം സാധിച്ചില്ല എങ്കിൽ വിഷയങ്ങൾക്ക് പിറകെ നടന്ന് ഒരാഗ്രഹം സാധിച്ചില്ല എങ്കിൽ ക്രോധം വരുന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അടുത്ത ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാൽ സ്മൃതിവിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധാത് സമ്മോഹ ഭവതി, സമ്മോഹാത് സ്മൃതിവിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ഭവതി, ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധത്തിൽ നിന്ന് അവിവേകം ഉണ്ടാകുന്നു. അവിവേകം എന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ തിരിച്ചറിവില്ലായ്മ എന്നർത്ഥം. അങ്ങനെയുള്ളതായ ആ അവിവേകത്തിൽ നിന്ന് ഓർമ്മക്കേടുണ്ടാവും. ഓർമ്മക്കേടിൽ നിന്ന് ബുദ്ധിനാശവും സംഭവിക്കുന്നു. ബുദ്ധിനാശം കൊണ്ടാണ് ഒരു വ്യക്തി സ്വയം നശിക്കുന്നത്. അവരവരെക്കുറിച്ച് ചിന്തിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ജീവിതം ആനന്ദപ്രദമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രോധാത്ഭവതി സമ്മോഹ, സമ്മോഹാൽ സ്മൃതിവിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. നന്ദി, നമസ്കാരം.